പ്രീമിയർ ലീഗിലെ തന്നെ ഏറ്റവും ഗ്ലാമറസ് പോരാട്ടങ്ങളിൽ ഒന്നിനാണ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നാളെ അരങ്ങൊണരുന്നത്. ലണ്ടനിന്റെ നിറം നീലയാണോ അതോ ചുവപ്പാണോ എന്ന് തീരുമാനിക്കുന്ന ലണ്ടൻ ഡർബി. തൊട്ടുപുറകിലുള്ള ചെൽസിയേക്കാൾ 6 പോയിന്റ് ലീഡുള്ള ആർസനലിനും ടൈറ്റിൽ റേസിൽ നിലയുറപ്പിക്കാൻ ചെൽസിക്കും ഈ ഫിക്സ്ചറിൽ ജയം അനിവാര്യമാണ്. സീസണിലെ കിരീട പോരാട്ടത്തിന്റെ വിധി കുറിക്കാൻ സാധ്യതയുള്ള മത്സരത്തിൽ ഇരു ടീമിന്റെയും സാധ്യതകൾ പരിശോധിക്കാം. ലീഗിൽ 12 മത്സരങ്ങളിൽ 9 ജയം, 2 സമനില. നേടാനാവുന്ന 36 പോയിന്റിൽ 29 പോയിന്റും കയ്യിൽ ഭദ്രം. 24 ഗോളുകൾ എതിർ പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റിയപ്പോൾ വഴങ്ങിയത് 6 മാത്രം. സകല കണക്കിലും ലീഗിലെ ബാക്കി 19 ടീമുകളേക്കാൾ ബഹുദൂരം മുന്നിൽ. നിലവിലെ സീസണിൽ ആർസനലിനെ കിരീട ഫേവറേറ്റുകളാക്കുന്നത് ഈ കണക്കുകൾ തന്നെയാണ്. ശക്തമായ പ്രതിരോധ നിരയാണ് നിലവിലെ സീസണിൽ ആർസനലിന്റെ കരുത്ത്. തുടർച്ചയായി 8 ക്ലീൻ ഷീറ്റുകൾ ഉൾപ്പെടെ സീസണിലാകെ 13 തവണയാണ് ആർസനൽ പ്രതിരോധം ഗോളൊന്നും വഴങ്ങാതിരുന്നത്. പ്രതിരോധ നിരയിലെ ആർസനലിന്റെ ബാക്കപ്പ് ഓപ്ഷനുകളും മികച്ചതാണ്. സ്ഥിരം സ്റ്റാർട്ടറായ ഗബ്രിയേൽ പരിക്കേറ്റ് പുറത്തായിട്ടും അതിന്റെ യാതൊരു പ്രശ്നവും ടീമിനെ അലട്ടാത്തത് അതിനാലാണ്. ബയേണിനെതിരെ ക്രിസ്ത്യൻ മോസ്കേരയും ടോട്ടനാമുമായി പിയറി ഹിൻകാപ്പിയുമായിരുന്നു സലീബക്കൊപ്പം കളത്തിലിറങ്ങിയത്. ഗോൾ ബാറിന് കീഴിൽ ഡേവിഡ് റയയും വലത് വിംഗ് ബാക്ക് സ്ഥാനത്ത് ജൂലിയൻ ടിംബറും മാറ്റത്തിന് വിധേയരാവാൻ ഇടയില്ല. കഴിഞ്ഞ മത്സരത്തിൽ ഇടത് വിംഗ് ബാക്ക് സ്ഥാനത്ത് ഇറങ്ങിയ ലൂയിസ് കില്ലിയെ ഒലീസിയെ കാര്യമായി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷണത്തിന് മുതിരാതെ റിക്കാർഡോ കലിഫേരിയെ തന്നെയായിരിക്കും ആർട്ടേറ്റ ആ റോളിൽ ഇറക്കാനിടയുണ്ടാവുക. ഡിഫൻസിനെ പോലെ തന്നെ കളി നിയന്ത്രിക്കുന്ന മിഡ്ഫീൽഡും ആർസനലിന്റെ കരുത്താണ്. ഡബിൾ പിവറ്റ് റോളിൽ സുബിമെന്റിയും റൈസും നിറഞ്ഞു കളിക്കുമ്പോൾ തൊട്ടുമുന്നിൽ അറ്റാക്കിന് കരുത്തേക്ക് എബ്രച്ചി എസ്സയും നിലയുറപ്പിക്കുന്നു. വിക്ടർ യോക്കറസിന്റെ അഭാവത്തിൽ മിക്കേൽ മെറീനോയാണ് നമ്പർ 9 റോളിൽ ഇറങ്ങാറുള്ളത്. വലത് വിംഗിൽ സാക്കിയും ഇടത് വിംഗിൽ ട്രൊസാർഡും തന്നെയാവും ഫസ്റ്റ് ചോയ്സ് ഓപ്ഷനുകൾ. ചാമ്പ്യൻസ് ലീഗിൽ ബയേണിനെതിരെ ഗോൾ നേടി ഫോമിൽ നിൽക്കുന്ന ഗബ്രിയേൽ മാർട്ടിനെല്ലിയെ ഒരുപക്ഷെ ട്രൊസാർഡിന് പകരം ആർട്ടേറ്റ സ്റ്റാർട്ട് ചെയ്യിക്കാനും സാധ്യതയുണ്ട്. ഇനി ചെൽസിയിലേക്ക് വരാം. ലീഗിൽ 12 കളികളിൽ 7 ജയവും 2 സമനിലയുമുള്ള ചെൽസി 23 പോയിന്റോടെ പട്ടികയിൽ 2ാം സ്ഥാനത്താണ്. എതിർവലയിൽ 23 ഗോളുകൾ അടിച്ചപ്പോൾ 11 അവർ വഴങ്ങുകയും ചെയ്തു. ഗോൾ ബാറിന് കീഴിൽ സാഞ്ചസിനപ്പുറത്തേക്ക് മരസ്കക്ക് മറ്റൊരു ഓപ്ഷനില്ല. ബിഗ് ബാച്ചസിൽ റീസെ ജെയിംസിനെ മിഡ്ഫീൽഡിൽ ഇറക്കുന്ന പതിവ് രീതി തുടർന്നാൽ മാലോ ഗുസ്തോ തന്നെയായിരിക്കും വലത് വിംഗ് ബാക്ക് റോളിൽ എത്തുക. യമാലിനെ അടപടല പൂട്ടിയ കുക്കുറയ ഇടത് വിംഗ് ബാക്ക് റോളിലും ഉണ്ടാവും. സെന്റർ ബാക്ക് പെയറിംഗ് ആണ് ഈ സീസണിൽ മരസ്ക ഏറ്റവും കൂടുതൽ പരീക്ഷണം നടത്തിയ ഏരിയ. അവസാന 4 മത്സരങ്ങളിൽ 3 വ്യത്യസ്ത കോമ്പിനേഷനാണ് ഇവിടെ കോച്ച് പരീക്ഷിച്ചത്. ഏതായാലും ബാഴ്സയ്ക്കെതിരെ ഫലപ്രദമായി നടപ്പിലാക്കിയ ചലോബ ഫൊഫാന സഖ്യം തന്നെയായിരിക്കും ആർസനലിനെതിരെ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത. മിഡ്ഫീൽഡിന്റെ കാര്യത്തിൽ ചെൽസിക്ക് ഏറ്റവും പോസിറ്റീവാകുന്ന കാര്യം കോൾ പാൽമറുടെ മടങ്ങിവരവ് തന്നെയാണ്. പരിക്കിന്റെ പിടിയിൽ നിന്ന് മോചിതനായ താരം ആർസനലിനെതിരായ മത്സരത്തിൽ ടീമിനൊപ്പം ചേരുന്നത് മിഡ്ഫീൽഡിന്റെയും മുന്നേറ്റത്തിന്റെയും കരുത്തു വർദ്ധിപ്പിക്കും. റീസ് ജെയിംസ് മിഡ്ഫീൽഡിലേക്ക് പുഷ് ചെയ്യപ്പെടുകയാണെങ്കിൽ മോസസ് കൈസഡോക്കൊപ്പം ഡബിൾ പിവറ്റ് റോളിലായിരിക്കും താരം കളിക്കുക. ഇതോടെ എൻസോ ഫെർണാണ്ടസ് കൂടുതൽ ഫ്രീ ആയി അറ്റാക്കിംഗ് ലൈനിന് തൊട്ടുപിറകിലുള്ള സ്ലോട്ടിലേക്ക് കയറും. വലത് വിംഗിൽ പെഡ്രോ നെറ്റോയുടെ സ്ഥാനം ഉറപ്പാണ്. പാൽമർ ആദ്യ 11ലേക്ക് മടങ്ങിയെത്തിയാൽ നെറ്റോ ഒരു പക്ഷേ ഇടത് വിംഗിലാവും കളിക്കാൻ ഇറങ്ങുക. ലിയാം ഡെലാപ്പ് തന്നെയായിരിക്കും ഗോൾ പോസ്റ്റ് റോളിൽ മരസ്കയുടെ ചോയ്സ്. മികച്ച ഫോമിലുള്ള എസ്താവോ വില്യനും 11ൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്. പ്രീമിയർ ലീഗിൽ നിലവിൽ ഏറ്റവും സ്ഥിരതയിൽ പന്ത് തട്ടുന്ന 2 ടീമുകൾ മുഖാമുഖം വരുമ്പോൾ എടുത്തു പറയേണ്ട ചില കീ ബാറ്റിലുകളുണ്ട്. അതിലൊന്നാണ് സാക്ക വേഴ്സസ് കുക്കുറയ. ചാമ്പ്യൻസ് ലീഗിൽ ലമീൻ യമാലിനെ വരിഞ്ഞു മുറുക്കിയ കുക്കുറയ്ക്ക് പക്ഷേ സാക്കയെ പൂട്ടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാവില്ല. ഇരുവരും മുഖാമുഖം വന്ന അവസാന 3 മത്സരങ്ങളിൽ 2 അസിസ്റ്റുകളാണ് സാക്ക സ്വന്തം പേരിൽ കുറിച്ചത്. ഗോളിനും അസിസ്റ്റിനും അപ്പുറത്തേക്ക് ടീമിന്റെ ബിൽഡപ്പുകളിൽ നിർണായക സാന്നിധ്യമായ സാക്കയുടെ ഫോം ഈ മത്സരത്തിൽ ആർസനലിന് നിർണായകമാണ്. മറ്റൊരു കീ ബാറ്റിൽ ഇരു ടീമിന്റെയും മിഡ്ഫീൽഡുകൾ തമ്മിലുള്ളതാണ്. റൈസ്, സുബിമെന്റി, എസ്സെ ത്രയം ഒരു പുറത്തും എൻസോ കൈസയുടെ കോംബോ മറുപുറത്തും അണിനിരക്കുമ്പോൾ 2 ടീമിന്റെയും ഡിഫൻസിനെ പരീക്ഷിക്കുക എന്നത് അറ്റാക്കർമാർക്ക് അത്ര എളുപ്പമാവില്ല. സെറ്റ് പീസുകൾ തന്നെയാണ് ഗോൾ വേട്ടയിൽ ആർസനലിന്റെ കരുത്ത്. എതിരാളികൾ എത്ര തന്നെ പ്ലാൻ ചെയ്തിറങ്ങിയാലും എതിർ ഗോൾ മുഖത്തെ വിറപ്പിക്കാൻ പോന്ന അവരുടെ ടാറ്റിക്സ്. ഗബ്രിയേലും സലീബയുമാണ് ഇതിലവരുടെ തുറുപ്പു ചുറ്റുകൾ. പക്ഷേ വേണ്ടി വന്നാൽ ബാക്കിയുള്ളവരും ക്യാമിയോ റോളിൽ അവതരിക്കും. ബയേണിനെതിരെ ഗോൾ നേടി ടിംബർ അത് തെളിയിക്കുകയും ചെയ്തു. ചെൽസി നിരയിൽ എടുത്തു പറയേണ്ട പേര് എസ്താവോ വില്യൻ്റെതാണ്. സീസണിൽ 17 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകൾ നേടിയ താരം 1 ഗോളിന് വഴിയൊരുക്കുകയും ചെയ്തു. പ്രീമിയർ ലീഗിൽ 1 ഗോൾ മാത്രമാണ് താരത്തിന്റെ സമ്പാദ്യമെന്നുണ്ടെങ്കിലും ഇറങ്ങുന്ന പൊസിഷനിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരം ആർസനലിനെതിരെ ചെൽസിക്ക് ഗുണം ചെയ്യും. ലീഗിലെ ബിഗ് 6-നെതിരെ ഈ സീസണിലെ ഇരു ടീമിന്റെയും കണക്കുകൾ കൂടി പരിശോധിക്കാം. യുണൈറ്റഡിനെതിരെ ഏകപക്ഷീയമായ 1 ഗോളിന് ആർസനൽ വിജയിച്ചപ്പോൾ 1-നെതിരെ 2 ഗോളുകൾക്ക് ചെൽസി തോൽക്കുകയായിരുന്നു. എസ്താവോ വില്യന്റെ ഇഞ്ചുറി ടൈം ഗോളിൽ ചെൽസി ലിവർപൂളിനെ വീഴ്ത്തിയപ്പോൾ ഡൊമിനിക് സോബോസ്ലായുടെ ഫ്രീ കിക്ക് ഗോളിൽ ആർസനൽ ലിവർപൂളിന് മുന്നിൽ അടിയറവ് പറഞ്ഞു. സീസണിൽ ഗണ്ണേഴ്സ് നേരിട്ട ഏക തോൽവി അതായിരുന്നു. ലീഗിലെ കഴിഞ്ഞ മത്സരത്തിൽ എബ്രച്ചി എസ്സയുടെ ഹാട്രിക് മികവിൽ ടോട്ടനത്തെ 1-നെതിരെ 4 ഗോളുകൾക്ക് ആർസനൽ തകർത്തുവിട്ടപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരായ മത്സരം ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു.
ടോട്ടനത്തിനെതിരായ മത്സരം ഏകപക്ഷീയമായ ഒരു ഗോളിന് ചെൽസിയും വിജയിച്ചിരുന്നു. വിന്റർ ബ്രേക്കിന് മുൻപ് 9 പോയിന്റ് എന്ന വലിയ ലീഡിലേക്ക് ഓടിക്കയറുക എന്ന ലക്ഷ്യമാണ് ആർട്ടറ്റയ്ക്കും സംഘത്തിന് മുന്നിലുള്ളത്. സിറ്റിയും ലിവർപൂളും യുണൈറ്റഡും എല്ലാം ഫോമില്ലായ്മയിൽ അലയുമ്പോൾ ജയത്തോടെ ടൈറ്റിൽ റേസിന്റെ പോര് മുറുക്കുക എന്നതാണ് മറൈസ്കയുടെ മുന്നിലുള്ള പ്ലാൻ. പാൽമറയുടെ മടങ്ങിവരവിൽ കുതിക്കാൻ ഒരുങ്ങി ചെൽസി എത്തുമ്പോൾ തങ്ങളുടെ ഡിഫൻസിന്റെ ബലത്തിൽ തിരിച്ചടിക്കാനായിരിക്കും ആർസണൽ തയ്യാറെടുക്കുന്നത്. സീസണിലെ ആവേശ പോരാട്ടത്തിനായി കാത്തിരിക്കാം.